വെറുപ്പിൻ്റെ ചിന്തകൾ. സദൃശവാക്യങ്ങൾ 29:27. നീതികെട്ടവൻ നീതിമാന്മാർക്ക് വെറുപ്പ്, സന്മാർഗി ദുഷ്ടന്മാർക്കും വെറുപ്പ്. ഇവിടെ രണ്ടു കൂട്ടരെയാ കാണും. നീതികെട്ടവരും നീതിമാന്മാരും, അല്ലെങ്കിൽ സന്മാർഗിയും ദുഷ്ടനും. ഈ കൂട്ടത്തിൽ ഭക്തനില്ല, അത് മറക്കരുത്. വിശ്വാസിയുടെ പേര് പറഞ്ഞിട്ടില്ല. യഥാർത്ഥ ഒരു ദൈവ പൈതലിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ദുഷ്ടനും നീതിമാനും. അല്ലെങ്കിൽ ദുഷ്ടനും സന്മാർഗി. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ മര്യാദക്കാരായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, മറുവശത്ത് അഴിമതിയും അഹങ്കാരവും പിടിച്ചുപറിയും തോന്നിവാസവും കാട്ടിക്കൂട്ടുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ. ഇവര് രണ്ടും ദൈവം മുൻപാകെ ഒരു വ്യത്യാസം. കാരണം ഈ നല്ലവർ എന്ന് പറയുന്നവർക്ക് ഈ ദുഷ്ടന്മാരെന്ന് പറയുന്നവരെ വെറുപ്പാണ്. ഈ ദുഷ്ടന്മാർക്ക് എന്നാ നല്ലവരോട് അവര് നല്ലവരാണല്ലോ എന്നുള്ള ഒരു വിചാരമില്ല. അവർക്ക് ഇവരോടും വെറുപ്പാണ്. അപ്പൊ ഇതൊരു വെറുപ്പിന്റെ മാർഗമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മാർഗം വെറുപ്പിന്റെ മാർഗം അല്ല എന്ന് മാത്രമല്ല, വെറുപ്പ് അനുവദിക്കുന്നേയില്ല. എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെയാണോ എന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിന്റെ മാർഗത്തെ കുറിച്ചും പറയട്ടെ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവീൻ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നന്മയാൽ തിന്മയെ കീഴടക്കണം, വെളിച്ചം ഇരുളിനെ ഓൾറെഡി കീഴടക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ള വചനങ്ങളെ ചേർത്ത് ധ്യാനിക്കുമ്പോൾ വെറുപ്പിന്റെ മാർഗം അനുവദിക്കുന്നില്ല. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ ഒരു വെറുപ്പിന്റെ തത്വശാസ്ത്രം കയറിക്കിടപ്പുണ്ട്. ആത്മീയത്തിന്റെ പേര് പറഞ്ഞ് വെറുപ്പിന്റെ ഒരു മതം ഉണ്ടാക്കണം. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നമ്മൾ കെട്ടിപ്പടുക്കാൻ പാടില്ല. നമ്മൾ ഒരുമിച്ച് അത് തിരുത്തണം. ശേഷിച്ച് ഞാൻ ക്രിസ്തു ഭക്തരോടും തീവ്ര വിശ്വാസമുള്ളവരോടും
ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരോടും പറയുകയാണ്, ഈ ഒരു ആത്മീയ വെളിച്ചം നിങ്ങൾക്ക് ദൈവം തന്നത് ആളുകളെ വെറുക്കാനല്ല, ആളുകളെ സ്നേഹിക്കാൻ. നിങ്ങൾക്ക് ഈ ഒരു ആത്മീയ വെളിച്ചം തന്നത് നിങ്ങൾ ആളുകളെ വെറുക്കാനല്ല, അവരെ സ്നേഹിക്കാൻ. ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കാരണം നിങ്ങൾക്ക് ഈ വെളിച്ചം തന്നത് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് വെളിച്ചം കിട്ടാത്തതിന് നമ്മൾ അവരോട് പടങ്ങണോ? നിന്റെ പ്രാർത്ഥനയാൽ അവർക്കൊരു മാനസാന്തരമുണ്ടായാൽ പ്രശ്നം തീർന്നില്ലേ? അപ്പം നമുക്ക് വെറുക്കാൻ അനുവാദമില്ല. നമ്മളോട് വെറുക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കണം. ഇതാണ് ദൈവ വചനത്തിൻ്റെ ദൂത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.